ആദിപരാശക്തിയായ ദേവിയുടെ അനുഗ്രഹ കടാക്ഷം എല്ലാവരിലും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ നിൻ പ്രസാദം. ശ്രീ ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചുള്ള ചില അറിവുകളാണ് ഇന്നും പങ്കുവയ്ക്കുന്നത്. ഈ നാമം ഭക്തിയോടെ ജപിച്ചാൽ ലഭിക്കുന്ന ഫലശ്രുതിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ലളിതാ സഹസ്രനാമം നിത്യപാരായണം ചെയ്യുന്ന വീട്ടിൽ ദേവീ സാന്നിധ്യമുണ്ടാകും എന്നാണ് സങ്കല്പം. ദാരിദ്ര്യം അവിടെ കടന്നു വരില്ല അത്രേ. അന്ന വസ്ത്രാദികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് മാത്രവുമല്ല, ഭൗതിക പുരോഗതിക്കൊപ്പം ആധ്യാത്മിക ഉന്നതിയും ജപിക്കുന്നവർക്ക് ഉണ്ടാകും. ലളിതാ സഹസ്രനാമാർച്ചന കൊണ്ട് വീടിന് ഐശ്വര്യവും ലോകത്തിന് ശാന്തിയും ലഭിക്കും. ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം കൂടിയാണ് ദേവിയുടെ ഈ സഹസ്രനാമ മന്ത്രം. തത്വമറിഞ്ഞ് ജീവിക്കാനുള്ള ശക്തിയും ബുദ്ധിയും മന്ത്രപാരായണത്തിലൂടെ കിട്ടും. ആയുസ്സും ആരോഗ്യവും ലഭിക്കുമെന്നും ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നുണ്ട്. ലളിതാ സഹസ്രനാമാർച്ചന കൊണ്ട് നമ്മുടെ ഓരോ ഞരമ്പിലെയും ശക്തികൾ ഉണരും. അത്തരത്തിൽ ഊർജം പകരുന്ന മന്ത്രങ്ങളാണ് സഹസ്രനാമത്തിലുള്ളത്. ശ്രീ ലളിതാംബിക അർച്ചന കൊണ്ട് പിതൃദോഷവും ഗൃഹദോഷവും മാറിക്കിട്ടുമെന്നാണ് മറ്റൊരു സങ്കല്പം. ദേവീ സഹസ്രനാമം ഭക്തിയോടെ ജപിക്കുന്നവർ പിന്നെ ദോഷപരിഹാരത്തിന് ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല അത്രേ. പൂജാരിയും മന്ത്രവാദിയുമൊക്കെ 1000 വർഷം പൂജ ചെയ്താൽ കിട്ടാത്ത ശക്തിയാണ് ഏകാഗ്രമായി ലളിതാ സഹസ്രനാമാർച്ചനയിൽ ജപിക്കുന്നവർക്ക് കിട്ടുന്നത്. ഭക്തിയോടെ ജപിച്ചാൽ ദേവീ കൃപ കിട്ടുന്ന ലളിതാംബിക നാമത്തെക്കുറിച്ച് നാളെയും തുടരും. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സാകേതപുരി പുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പന്തിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാക്കിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. അടുത്തത് സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ വ്യാഖ്യാനമാണ്. ശ്രീരാമൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ദശരഥനും രാജഗുരു വസിഷ്ഠനും മറ്റു പ്രമുഖരും മിഥിലാപുരിയിലെത്തുന്ന സന്ദർഭമാണ് സ്വാമിജി ഇന്ന് വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമൻ മഹേശ്വര ശാപം ഖണ്ഡിച്ചു. സകല ദേവഗണങ്ങളും ആനന്ദിച്ചു. അവതാര കൃത്യം അറിയുന്നവനായ വിശ്വാമിത്രൻ ആനന്ദിച്ചു. സീതാദേവി സന്തോഷത്തോടുകൂടെ ശ്രീരാമനെ വരിച്ചു. ഈ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തുടർന്ന് അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സീത ശ്രീരാമനെ വരിച്ചു. പക്ഷേ വൈദികമായി വിവാഹം നടന്നിട്ടില്ല. എല്ലാ വൃത്താന്തങ്ങളും ദശരഥനെ അറിയിക്കണം. അതിനായിക്കൊണ്ട് വിശ്വാമിത്രനും ജനക മഹാരാജാവും ചേർന്ന് ആലോചിച്ച് രണ്ടുപേരും പ്രത്യേകമായി സന്ദേശപത്രങ്ങൾ എഴുതുകയാണ്. ദൂതന്മാർ വശം കൊടുത്തയക്കുന്നു. ഇവിടെ വിശ്വാസം വരുത്താൻ തക്ക വിധത്തിൽ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. കാരണം രാജാക്കന്മാർ തമ്മിലുള്ള വ്യവഹാരങ്ങളാകുമ്പോൾ അങ്ങേയറ്റം വിശ്വാസം ജനിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറഞ്ഞൊരാശയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അങ്ങയുടെ മക്കളായ ശ്രീരാമനും ലക്ഷ്മണനും എദൃച്ഛയാ ഇവിടെ വന്നു ചേർന്നു. അവർ വില്ല് ദർശിച്ചു. സീതയുടെ വിവാഹത്തിന് പണമായി വെച്ച ആ വില്ല് അതിനെ രാമൻ ഖണ്ഡിച്ചു. അതുകൊണ്ട് സീതയുടെ പതിയാവാനുള്ള യോഗ്യത രാമൻ നേടിയിരിക്കുകയാണ്. അങ്ങയുടെ സമ്മതമനുസരിച്ച്, അങ്ങയുടെ നിശ്ചയമനുസരിച്ച് യഥോചിതം വേണ്ടത് തുടർന്ന് ചെയ്യണം എന്നാണ് ജനകൻ സന്ദേശം കൊടുത്തയച്ചത്. അവിടെ എതിർച്ഛയാ വന്നു ചേർന്ന എന്നൊരു പ്രയോഗം വളരെ വാൽമീകി രാമായണത്തിൽ ശ്രദ്ധേയമാണ്. കാരണം പിതാവിൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ, അതും മഹാരാജാവായ ചക്രവർത്തിയായ ദശരഥൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ എങ്ങനെയാണ് ദശരഥൻ്റെ പുത്രന് വിവാഹാലോചന ചെയ്യുന്നത്? സ്വയംവരം സീതയുടേതാണ്, ശരി തന്നെ. സീതയ്ക്ക് വരനെ വരിക്കാനുള്ള അധികാരമുണ്ട്, അതും ശരി തന്നെ. എങ്കിലും ചക്രവർത്തി സാർവഭൗമനായ ദശരഥൻ അറിയാതെ ദശരഥൻ്റെ പുത്രനെ എങ്ങനെയാണ് ഇത്തരമൊരു ചടങ്ങിലേക്ക് എത്തിച്ചതെന്നൊരു ചോദ്യം ദശരഥനിൽ നിന്ന് വരാം. അത് പ്രതീക്ഷിക്കേണ്ടത് ജനകൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് എതിർച്ഛയാ വന്നു ചേർന്നു എന്ന് ജനകൻ എഴുതിയത്. അപ്പോൾ ആ വിഷയത്തെ സൂചിപ്പിക്കുകയാണോ എഴുത്തച്ഛൻ ഇവിടെ വിശ്വാസം വരത്തക്ക രീതിയിൽ എഴുതിയെന്ന് സാധ്യതയുണ്ട്. അപ്പോൾ സംഭവിച്ച വൃത്താന്തങ്ങളെ യഥാതഥമായി വിശ്വസിപ്പിക്കാൻ തക്ക വിധം ജനകൻ സന്ദേശം കൊടുത്തയച്ചു. ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരകളുടെ പുറത്ത് ദൂതന്മാർ യാത്ര ചെയ്തു. സാകേതപുരിപൊക്കു ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു
പങ്ക്തിസ്യന്തനന്താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. ദൂതന്മാരിൽ നിന്ന് വൃത്താന്തങ്ങളെല്ലാം മനസ്സിലാക്കി അത്യന്തമായ ആനന്ദത്തോടുകൂടെ ദശരഥൻ വസിഷ്ഠനോടും പത്നിമാരോടും മക്കളോടും മറ്റ് പ്രധാനികളോടും കൂടി പുറപ്പെട്ടു. അവരെയെല്ലാം മിഥിലയിൽ ഉചിതമായ രീതിയിൽ ജനകൻ സ്വീകരിച്ചു. ഈ ഭാഗമൊക്കെ വളരെ സംക്ഷേപിച്ചാണ് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്. വാൽമീകീയത്തിൽ അതിവിസ്തൃതമാണ്. അവിടെ ദശരഥൻ്റെ ചർച്ച, വസിഷ്ഠനുമായും മറ്റു മന്ത്രിമാരുമായുള്ള ചർച്ച, അവർ തയ്യാറെടുക്കുന്നത്, വർദ്ധിച്ച ധനത്തോടുകൂടി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് അവരവിടുന്ന് പുറപ്പെടുന്നത്. ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വാൽമീകീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സജ്ജനങ്ങൾ രാമായണത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഭാഗം വാൽമീകീയം ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായി പറയട്ടെ. അവിടെ ഇനി സന്ദേഹമില്ല എന്ന് ദശരഥൻ പറയുകയും മറ്റൊരു വൃത്താന്തവും അന്വേഷിക്കാതെ തന്നെ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ വേറൊരു തത്വം നമുക്ക് മനസ്സിലാക്കാം. വിശ്വാമിത്രൻ ശ്രീരാമനെ കൂടെ കൊണ്ടുപോയത് ഏറ്റവും മംഗളകരമായി മാത്രമേ വരൂ, നിങ്ങളുടെ കുലത്തിന് മൊത്തം നന്മയ്ക്കായിക്കൊണ്ടേ തീരൂ എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വസിഷ്ഠൻ പറഞ്ഞത് പ്രകാരം തങ്ങളുടെ കുലത്തിന് തന്നെ ക്ഷേമകരമായ ഒരു പരിണാമമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദശരഥൻ അറിയാം. അതുകൊണ്ടാണ് വാർത്ത കിട്ടിയ ഉടനെ തന്നെ പുറപ്പെടാൻ തീരുമാനിക്കുന്നത്. ഇനി അധ്യാത്മരാമായണത്തിനനുസരിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ദേവകാര്യത്തെക്കുറിച്ചും രാമ അവതാര ദൗത്യത്തെക്കുറിച്ചും ആ അവതാരത്തിൻ്റെ ഭാഗമായിട്ട്, അവതാരലീലകളുടെ ഭാഗമായിട്ട് സംഭവിക്കേണ്ടുന്നതിനെക്കുറിച്ചും വസിഷ്ഠ ഭഗവാൻ ദശരഥനെ ബോധിപ്പിച്ചതായിട്ട് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞത് ഓർമ്മിക്കുക. അപ്പോൾ അതറിയുന്നത് കൊണ്ട് ഒട്ടും താമസിയാതെ പുറപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ എല്ലാവരും മിഥിലയിൽ എത്തിച്ചേർന്നു. തുടർന്നുള്ള ഭാഗം അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. മണ്ഡലപൂജ സമാപ്തി ദിവസമായ ഇന്ന് ശബരിമല അയ്യപ്പൻ്റെ ദീപാരാധന തൊഴുത് നമുക്ക് മടങ്ങാം. ഏവർക്കും പ്രണാമം.